വെൽക്കം ടു ലൈഫ് പർപ്പസ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ദ പവർ എന്ന ബുക്കാണ്. ഇതിൻ്റെ ഓതർ റോണ്ട ബേൺ എന്ന ഓസ്ട്രേലിയക്കാരിയാണ്. അവർ 1951 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ ജനിച്ചു. ലോക പ്രശസ്തി ആർജിച്ച ദ സീക്രട്ട്, ദ ഹീറോ, ദ മാജിക് എന്നീ ബുക്കുകളുടെ ഓതറും ഇവർ തന്നെയാണ്. ഈ ബുക്കിൻ്റെ കണ്ടൻറ് ഇതാണ്: വാട്ട് ഈസ് ദ പവർ ഓഫ് ഫീലിംഗ് ഫ്രീക്വൻസീസ്, the power and creation, feeling is creation, life follows you, keys to the power and money, the power and relationships, the power and health, the power and you, the power and life. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലവ് എന്ന ഫീലിംഗ് ഉപയോഗിച്ച് നേടിയെടുക്കാം എന്നതാണ്. ജീവിതം നിങ്ങളിൽ സംഭവിക്കുന്നതല്ല, അറിഞ്ഞോ അറിയാതെയോ എല്ലാം നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നല്ലതായാലും ചീത്തതായാലും അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് തന്നെ യൂണിവേഴ്സിൽ നിന്ന് തിരിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം നെഗറ്റീവായ കാര്യങ്ങളും വാർത്തകളുമാണ് കൂടുതൽ കേൾക്കുന്നതും സംസാരിക്കുന്നതും. അതുകൊണ്ട് ഈ യൂണിവേഴ്സ് അത്തരം കാര്യങ്ങൾ സംഭവങ്ങളായും അനുഭവങ്ങളായും നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ സ്വാഭാവികമായും അവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മളറിയാതെ തന്നെ നല്ല കാര്യങ്ങൾ അനുഭവങ്ങളായും സംഭവങ്ങളായും നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. നമുക്കെല്ലാം നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നത് ലാക്ക് ഓഫ് ലവ് കൊണ്ട് തന്നെയാണ്. ഓരോ മനുഷ്യരിലും ഒരു ദിവസം 30,000 മുതൽ 60,000 വരെ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. ചിന്തകൾ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ചിന്തകൾക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. സ്നേഹം, വെറുപ്പ്, വിദ്വേഷം, കോപം, ഉത്കണ്ഠ ഇവയ്ക്കെല്ലാം ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. നമ്മൾ സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഉള്ളപ്പോൾ അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ അനുഭവങ്ങളായും സംഭവങ്ങളായും നമ്മളിലേക്ക് വരുന്നു. ഇത് നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. 490 രൂപയാണ് ആമസോണിൽ ഇതിന് വിലയുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.